നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. വീട്ടിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി വധഭീഷണി മുഴക്കുകയും കാർ തകർക്കുകയും ചെയ്ത യുവാവിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടി കോനൂർ പാറക്കൂട്ടം പള്ളിപ്പറമ്പിൽ അശ്വിനാണ് അറസ്റ്റിലായത്. ശ്രീനാരായണപുരം പൂവത്തും കടവിൽ ദേശീയപാത നിർമ്മാണ സ്ഥലത്ത് നിന്നും ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ചയാൾ പിടിയിൽ. തമിഴ്നാട് തെങ്കാശി സ്വദേശി കുബേന്ദ്രനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. അൾത്താര ബാലന്മാരായ കുട്ടികൾക്ക് സഭയുടെ സന്തോഷവും പ്രതീക്ഷയുമാണെന്ന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ. കോട്ടപ്പുറം രൂപതയിലെ അൾത്താര ബാലകന്മാരുടെ സംഗമം നടന്നു. വാർത്തകൾ വിശദമായി. വീട്ടിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി വധഭീഷണി മുഴക്കുകയും കാർ തകർക്കുകയും ചെയ്ത യുവാവിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടി കോനൂർ പാറക്കൂട്ടം പള്ളിപ്പറമ്പിൽ അശ്വിനാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാത്രി 9:30 സംഭവം. മുൻ പഞ്ചായത്ത് അംഗവും സമീപവാസിയുമായ സിന്ധു ജയരാജന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. മാരകായുധങ്ങളുമായി വീട്ടുമുറ്റത്തെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അസഭ്യം പറഞ്ഞ പ്രതി വീടിന്റെ ജനൽ ചില്ലുകൾ തകർക്കുകയും വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ തല്ലി തകർക്കുകയും ചെയ്തു. 1 മണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ പോലീസ് എത്തിയാണ് വരുതിയിലാക്കിയത്. മയക്കുമരുന്നിനടിമയായ പ്രതി പ്രദേശത്തെ സ്ഥിരം ശല്യക്കാരനാണെന്നും പറയുന്നു. പോലീസിനെ വിളിക്കേ. ഇത് നിന്റെ അവസാനത്തെയാണ്. പോലീസിനെ വിളിക്കേ. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാണ്. പക്ഷെ അവൻ നമ്മുടെ വീടിന്റെ ഉമ്മർത്ത് വെട്ടുവത്തിയും കൊണ്ട് നിൽക്കും. വാതില് തുറക്കടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കണേ. അപ്പം ഞാൻ വാതില് തുറക്കാണ്ട് തന്നെ ജനലേക്കൂടെ എന്താടാ കാര്യം, വീട്ടിൽ പോടാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഓടി വന്നിട്ട് ആ ജനലേമ അവൻ്റെ കയ്യിലുള്ള വാക്കത്തി വെച്ചിട്ട് ജനലേമ വെട്ടാണ് ആദ്യം ചെയ്തത്. ജനല വെട്ടിയ സമയത്ത് എൻ്റെ കയ്യിൽ കുഞ്ഞുവാവി ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുവാവിനെയും കൊണ്ട് പുറകോട്ട് ഓടിയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെയും കുഞ്ഞുവാവയുടെയും 2 പേരുടെയും കണ്ണുകളിൽ ആ ചില്ലുകൾ ജനല ഫുൾ തകർന്നു. അത് ജനലേക്കൂടെ ആദ്യം ഞങ്ങളെ വെട്ടിക്കൊല്ലാനാണ് അവൻ ശ്രമിച്ചത്. അപ്പോഴും അവൻ പറയുന്നുണ്ട്, നിന്നെയും ഞാൻ എൻ്റെ മോനെ എൻ്റെ കയ്യിൽ കുഞ്ഞുവാവി ഇടാവും, കൊച്ചിനെ കണ്ടുവിടാന്ന് ചോദിച്ച വഴി നിന്നെയും നിൻ്റെ കൊച്ചിനെയും ഞാൻ കൊല്ലുടി എന്നാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം ആ ജനല ഫുൾ അവൻ തകർത്തു. ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മർത്ത് കിടന്ന കാറ്, സ്വിഫ്റ്റ് കാറ് ഫുൾ തല്ലി തകർക്കുക മാത്രമല്ല അതിന് നിനക്ക് കിട്ടാത്തതിന് ബാക്കി നിൻ്റെ കാറും പോട്ടെ. പിന്നെ അവിടെ അത് കുറേ വെട്ടി പൊളിച്ചു. അതിനുശേഷം വീണ്ടും അവൻ, ഞാൻ പോലീസിനെ വിളിക്കാൻ ഫോൺ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചു. അവൻ കാറ് വെട്ടിപ്പൊളിച്ചപ്പോൾ. അപ്പോൾ നീ പോലീസ് വന്നാലും ഞാൻ ഇറങ്ങണമെന്ന് നിന്നെയും കൊല്ലും, നിന്റെ കൊച്ചിനെയും കൊല്ലും എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിച്ചത്. ശ്രീനാരായണപുരം പൂവത്തും കടവിൽ ദേശീയപാത നിർമ്മാണ സ്ഥലത്ത് നിന്നും ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ചയാൾ പിടിയിൽ. തമിഴ്നാട് തെങ്കാശി സ്വദേശി കുബേന്ദ്രനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് വെമ്പല്ലൂരിൽ ആക്രിക്കട നടത്തുന്ന കുബേന്ദ്രൻ ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ചത്. തുടർന്ന് നിർമ്മാണ കമ്പനിയായ ശിവാലയ ഗ്രൂപ്പ് അധികൃതർ നൽകിയ പരാതിയിൽ മതിലകം പോലീസ് ഇൻസ്പെക്ടർ K. നൌഫലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. അൾത്താര ബാലന്മാരായ കുട്ടികൾ സഭയുടെ സന്തോഷവും പ്രതീക്ഷയുമാണെന്ന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അഭിപ്രായപ്പെട്ടു. കോട്ടപ്പുറം രൂപതയിലെ അൾത്താര ബാലകന്മാരുടെ സംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടപ്പുറം വികാസ് ആൽബർട്ടൈൻ ആനിമേഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സംഗമം കോട്ടപ്പുറം രൂപത വികാരി ജനറൽ റോബി കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ സന്നിഹിതനായിരുന്നു. വരാപ്പുഴ അതിരൂപത PRO ഫാദർ യേശുദാസ് പഴമ്പിള്ളി, ഫാദർ വിൻ കുരിശിങ്കൽ, ഫാദർ ആൻഡ്രൻ ജോസഫ് ഇലഞ്ഞിക്കൽ, സ്റ്റീവിൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മാള ബസ് പരിസരത്ത് നടക്കുന്ന ശുചീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. 2018 പ്രളയം വന്ന സമയത്ത് തോടുകളും എല്ലാം
മലിനമായി കിടന്ന ആ കാലഘട്ടങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷിതമാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ പഞ്ചായത്തും ശുചിത്വ മിഷനും കൂടിയും ഒരുമിച്ച് നടത്തിയ ഇതിൻ്റെ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുകയും കൂടി ചെയ്യുകയാണ്. അതിൽ ബോട്ടിൽ നമ്മൾ വെള്ളം കുടിച്ച് വലിച്ചെറിയാതെ അതിലേക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ചെയ്തത്. ഇതിപ്പോൾ ആകെ 7 എണ്ണമാണ്. ബാക്കി ഇനിയും നമ്മൾ ശുചിത്വ മിഷനും പഞ്ചായത്തും കൂടി വിഹിതങ്ങൾ വെച്ചുകൊണ്ട് നല്ല രീതിയിലേക്ക് തന്നെ എല്ലാ സ്ഥലത്തും സ്ഥാപിക്കാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. ക്യാമ്പയിന്റെ ഭാഗമായി ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. ജയ ബിജു, നസീബത്ത് ജലീൽ, ഉഷ ബാലൻ, ഹരിതകർമ്മ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വലിയപറമ്പ് സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പലപ്പോഴും ഒരു വാർഷിക പൊതുയോഗം എന്ന നിലയിൽ അവസാനിക്കുന്ന ഒന്നായിട്ട് പലപ്പോഴും അത് മാറ്റപ്പെടുന്നു. ഇത്തരത്തിലേക്കല്ല റെസിഡൻസ് അസോസിയേഷന് തീർച്ചയായിട്ടും ലക്ഷ്യങ്ങളുണ്ടാകും. അത് നിങ്ങളുടെ അജണ്ടയിലുണ്ടാകും, ദീർഘവീക്ഷണം ഉണ്ടാകും. ഓരോ പടി ചെല്ലുന്തോറും എന്താണ് ആവശ്യകത എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കൂടി നിന്നത് സ്വയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായി. നമുക്ക് വേണ്ടിയാണോ റെസിഡൻസ് അസോസിയേഷൻ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി കൂടി ആയി തീരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഇത് കൂട്ടായ്മയാണ്, സൗഹൃദമാണ്, പരസ്പര ബന്ധമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്. എല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ഒരു വീടായി മാറുന്നത്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അമ്പിളി സജീവ്, PD ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. വീട്ടിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി വധഭീഷണി മുഴക്കുകയും കാർ തകർക്കുകയും ചെയ്ത യുവാവിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടി കോനൂർ പാറക്കൂട്ടം പള്ളിപ്പറമ്പിൽ അശ്വിനാണ് അറസ്റ്റിലായത്. ശ്രീനാരായണപുരം പൂവത്തും കടവിൽ ദേശീയപാത നിർമ്മാണ സ്ഥലത്തു നിന്നും ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ചയാൾ പിടിയിൽ. തമിഴ്നാട് തെങ്കാശി സ്വദേശി കുബേന്ദ്രനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. അൾത്താര ബാലന്മാരായ കുട്ടികൾക്ക് സഭയുടെ സന്തോഷവും പ്രതീക്ഷയുമാണെന്ന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ. കോട്ടപ്പുറം രൂപതയിലെ അൾത്താര ബാലകന്മാരുടെ സംഗമം നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.